ടൈപ്സ് ഓഫ് വേർഡ്സ് നമുക്ക് 3 ടൈപ്സ് ഓഫ് വേർഡ്സ് ആണ് പിള്ളേർ നോർമലി നമ്മൾക്ക് 3 ടൈപ്സ് ഓഫ് വേർഡ്സ് ഉണ്ട്. ഒബ്ജക്റ്റ് വേർഡ്സ്, ആക്ഷൻ വേർഡ്സ്, സ്റ്റേറ്റ് വേർഡ്സ്. ഈച്ച് പ്രൊവൈഡ്സ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ കോഴ്സ് ഓഫ്. അപ്പം സെമാൻറ്റിക് ഡെവലപ്മെൻറ്റിൽ ഓരോ വേർഡ്സ് ഇതിൽ ഈ 3 എണ്ണത്തിൽ നമ്മൾ എപ്പം ആദ്യം ഏത് പഠിക്കുന്നു അത് നമ്മുടെ സെമാൻറ്റിക് ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ആദ്യം നമുക്ക് ഒബ്ജക്റ്റ് ആൻഡ് ആക്ഷൻ വേർഡ്സ് എന്താണെന്ന് നോക്കാം. Young language learners in many cultures have more object than action words. എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, ഒബ്ജക്ട്സ് ആണ് റെഫറൻഷ്യൽ സ്റ്റൈലിൽ നമ്മൾ പറഞ്ഞു. നമ്മൾ നെയിം പ്ലേസ് തിങ് നമ്മൾ വാക്കുകളൊക്കെയാണ് ആദ്യം പഠിക്കുന്നത്. ആക്ഷൻ നമ്മൾ അല്ലെങ്കിൽ വെർബ് എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് ലെവലിലാണ്. നമ്മൾ ആക്ഷൻ കൊച്ചെന്തെടുക്കുക, അമ്മേ ഞാൻ കളിക്കുക എന്നൊക്കെ കൊച്ച് പിന്നെയാണ് പറയുന്നത്. അല്ലെ പാല് കുച്ചുക എന്നൊക്കെ പറയുന്നത് പിന്നെയാണ്. ആദ്യം കൊച്ച് പാല്, കളി അല്ലെങ്കിൽ ബോള് ഇങ്ങനെയാണ് പറയുന്നത്. സോ വൺ റീസൺ ഈസ് ദാറ്റ് നൗൺ റെഫേഴ്സ് ടു ദ കോൺസെപ്റ്റ് ദാറ്റ് ആർ ഈസി ടു പെർസീവ്. അപ്പോൾ പെട്ടെന്നൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കി അത് എക്സ്പ്രസ് ചെയ്യുന്നത് നൗൺസ് ആയതുകൊണ്ടാണ് നൗൺസ് പെട്ടെന്ന് പഠിക്കുന്നത്. വെൻ അഡൽട്സ് പോയിൻറ്റ് ടു ലേബിൾ ടോക്ക്, ഇപ്പം നമ്മളെപ്പോഴും സാധനം പണിക്കുമ്പോൾ ദേ മോനെ ആ ഗ്ലാസ് എടുത്തുകൊണ്ട് വന്ന് ചൂണ്ടിയിട്ട് പറയും. അപ്പോൾ കൊച്ചിന് മനസ്സിലായി ഗ്ലാസ്. അപ്പോൾ അവരുടെ ലേബലിങ്ങിലൂടെ അവരുടെ ആക്ഷനിലൂടെയൊക്കെയാണ് പഠിക്കുന്നത്. പക്ഷേ വെർബ് പഠിക്കണമെങ്കിൽ കുറച്ചും കൂടെ കോംപ്ലെക്സ് അണ്ടർസ്റ്റാൻഡിങ് വേണം. ഇപ്പം നടക്കാൻ പോവുക, നടന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ കൊച്ചിന് നടക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു കോൺസെപ്റ്റാണ്. അത് കഴിഞ്ഞുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇഡിയും ING പ്ലൂർ ഇതൊക്കെ എന്താ പറയുന്നത് വേർബ്സ് ആക്ഷൻ ഫോമിലേക്ക് വരുമ്പോൾ പിള്ളേർക്കത് പിന്നീടാണത് പഠിക്കുന്നത്. സോ ആൻഡ് വെൻ അഡൽട്സ് യൂസ് വെർബ് സെലക്ഷൻ ആക്ഷൻ യൂഷ്വലി ഈസ് നോട്ട് ടേക്കിംഗ് പ്ലേസ്. അപ്പം എന്താ പറയുന്നത് ഇവർ സെലക്ഷൻ ആക്ഷൻ എന്ന് പറയുന്നത് നടക്കുന്നില്ല വെർബ് പഠിക്കുമ്പോൾ. അവർ അല്ലെങ്കിൽ സെലക്റ്റഡ് ആക്ഷൻ വെച്ചിട്ടല്ല അവർ പഠിക്കുന്നത് എന്നാണ് പറയുന്നത്. എ parent who says the word move is probably referring to a past event or a future event എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇംഗ്ലീഷിൽ നമ്മൾ പറയില്ലേ മൂവ് എന്ന് പറയുമ്പോൾ അത് എന്താ പറയുന്നത് നടന്നു എന്നോ അല്ലെങ്കിൽ ഇനി നടക്കാൻ പോവാന്നോ ഒക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു വാക്ക് പറയുമ്പോൾ ഇംഗ്ലീഷ് റിലേറ്റ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. വെർബ് പറയുമ്പോൾ പിള്ളേർക്ക് ആ കോൺസെപ്റ്റ് കുറച്ച് പാടായിരിക്കും. അതേസമയം നൗൺ ആയിരിക്കും അവർ ആദ്യം പഠിക്കുന്നത്, കാരണം അത് കോൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. സോ ബിക്കോസ് ലേണിംഗ് വെർബ് ഈസ് മോർ കോഗ്നിറ്റീവ്ലി ചലഞ്ചിങ്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വെർബ് നമുക്ക് തന്നെ അറിയാമല്ലോ, നമുക്ക് തന്നെ ഗ്രാമർ പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ പിള്ളേരെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം അത് കുറച്ച് കോഗ്നിറ്റീവ് ചലഞ്ചിങ് ആയതുകൊണ്ട് തന്നെ പ്രീ സ്കൂളേഴ്സ് സ്പീക്കിംഗ് ക്വൈറ്റ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ടേക്ക് ലോങ്ങർ ടു എക്സ്റ്റെൻഡ് എ ന്യൂ വെർബ് ടു അതർ ഇൻസ്റ്റൻസസ്. അപ്പം അതിൽ തന്നെ മലയാളം പഠിക്കുന്നത് തന്നെ ഒരു പാടാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ഹിന്ദി പഠിക്കുമ്പോഴോ ഒക്കെ നമുക്കത് കുറച്ചും കൂടെ പാടായിരിക്കും. ഇൻസ്റ്റൻസസ് ഓഫ് ദ സെയിം ആക്ഷൻ ദാൻ they do to a extent a novel noun to other objects in the same category. അതായത് ഇപ്പം നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കൊച്ചിനെ അമ്മ എന്നുള്ളത് മദർ അല്ലെങ്കിൽ ഫാദർ, നമ്മൾ ഗ്രാൻഡ് പേരൻറ്റ് അല്ലെ വല്യമ്മ എന്ന് പഠിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷേ നമ്മൾ മണി നടക്കുന്നതെന്ന് പറയുന്നതാണ് വാക്കിംഗ് എന്ന് പറയാൻ അത് കുറച്ച് പാടായിരിക്കും. മനസ്സിലായി? അപ്പം ആക്ഷൻ വേർഡ്സ് പഠിപ്പിക്കാനാണ് അല്ലെങ്കിൽ അത് പഠിക്കണമെങ്കിൽ കൊച്ചിൻ്റെ കോഗ്നിറ്റീവ് കോംപ്ലക്സിറ്റിയും കൂടെ അതിന് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ചലഞ്ചിങ് ആണ് ആ ആക്ഷൻ വേർഡ്സ് പഠിക്കുന്നത് ദാൻ ഒബ്ജക്റ്റ് വേർഡ്സ്. അടുത്തതാണ് സ്റ്റേറ്റ് വേർഡ്സ് എന്ന് പറയുന്നത്. ബിറ്റ്വീൻ 2 and 2.5 years ചിൽഡ്രൻ യൂസ് ഓഫ് സ്റ്റേറ്റ് വേർഡ്സ് എക്സ്പാൻഡ്സ് ടു ഇൻക്ലൂഡ് ലേബിൾസ് ഫോർ Children's use of state words expands to include labels for attributes of objects such as size, color, position. ഇപ്പം എനിക്ക് പറ്റിയൊരു കാര്യം ഞാൻ മിസ്സ് പറയാം കേട്ടോ. മിസ്സ് 3 വയസ്സ് തൊട്ട് മാണിനെ കളർ പഠിപ്പിക്കാൻ തുടങ്ങിയതാണ്. 3 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് അവനെ റെഡും ഗ്രീനും ഒക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പം ഞാനുണ്ടല്ലോ ആ കൊച്ച് എനിക്കൊരു മലയാളം ബുക്കുണ്ട്. ആ ബുക്ക് മുഴുവൻ ആ കൊച്ച് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ബുക്കിൻ്റെ ഫസ്റ്റ് ലൈൻ പറയുമ്പോൾ തന്നെ ആ കൊച്ച് നമുക്ക് തിരിച്ചു പറയും. പക്ഷേ ഈ കളറ് പഠിപ്പിക്കാൻ ഞാൻ എൻ്റെ പഠിച്ച 18 നോക്കിയിട്ടും പറ്റിയില്ല. അപ്പോൾ എനിക്ക് അപ്പോഴും സങ്കടമായി. ഇനി എൻ്റെ കൊച്ച് അത്ര ഇൻ്റലക്ച്വൽ അല്ലേ, അല്ലെങ്കിൽ ഇതിന് അത്രയും ബുദ്ധിയില്ലേ ദൈവമേ എന്നൊക്കെ ഓർത്ത് വിഷമിപ്പിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ സെയിം ആയിട്ടുള്ള ഏജിലുള്ള പേരൻസിനോടും ഇവൻ്റെ സെയിം പ്രായത്തിലുള്ള പിള്ളേരുള്ള പേരൻസിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 4 വയസ്സ് സ്കൂളിൽ
പഠിക്കാൻ കയറുമ്പോൾ തൊട്ടാണ് പിള്ളേർ കളേഴ്സൊക്കെ പെട്ടെന്ന്, അല്ലാത്തവരുണ്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഗിഫ്റ്റഡ് കുട്ടികൾ പഠിക്കും, പക്ഷെ നോർമലി കളേഴ്സൊക്കെ പഠിക്കുന്നത് ആ സമയത്താണെന്ന് പറഞ്ഞു. സോ അതാണ് ഇവിടെ പറയുന്നത്. സ്റ്റേറ്റ് വേർഡ്സ്, ആട്രിബ്യൂട്ട്സ് പഠിക്കുന്നത് ആണ് ആ അവസ്ഥ, അതാണ് സ്റ്റേറ്റ് എന്ന്. ആട്രിബ്യൂട്ട് പഠിക്കുന്നതാണ് സ്റ്റേറ്റ് വേർഡ്സ്. വേർഡ്സ് റെഫറിങ് ടു ദ ഫങ്ഷൻ ഓഫ് ദ ഒബ്ജക്ട്സ് അപ്പിയർ സൂൺ ആഫ്റ്റർ. അപ്പം ആദ്യം നമ്മൾ പറയണു കളറാണ് ആദ്യം പഠിക്കുന്നത്, പിന്നെയാണ് ആ ഫങ്ഷൻ റിലേറ്റ് ചെയ്യുന്ന എന്താ പറയുന്നത് അത് പഠിക്കുന്നത്. ഇപ്പം ഒരു കാര്യത്തിൻ്റെ ഇപ്പം പേന എന്ന് പേന എന്നുള്ള വാക്ക് ആദ്യം പഠിക്കും, പേനയുടെ കളറൊക്കെ പഠിക്കും, പക്ഷെ പേന എഴുതുന്നതിനാണ്, അപ്പോൾ എഴുത്ത് എന്ന് പറയുന്ന അങ്ങനെയുള്ള ഫങ്ഷൻസ് പിള്ളേർ രണ്ടാമതാണ് പഠിക്കുന്നത്. സോ when state words are related in meaning, general distinctions appear before more specific ones. അപ്പം അങ്ങനെ പഠിക്കുമ്പോൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം പഠിക്കുന്നത്, പിന്നീടാണ് അവർ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ പറയില്ലേ, നമ്മൾ ആദ്യം പ്രൈമറി കളേഴ്സാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പിള്ളേരുടെ ടോയ്സിൻ്റെ ഒക്കെ കളർ എന്താണ്? യെല്ലോ, റെഡ്, അങ്ങനെയുള്ള പിന്നെന്താണ് ഗ്രീൻ, ബ്ലൂ, ഇതൊക്കെയാണ് സ്പെസിഫിക് ആയിട്ട് അവർക്ക് കൊടുക്കുന്നത്. കാരണം എന്താണ്? ബ്ലൂ, പിന്നെന്തായിരുന്നു, ഗ്രീൻ ആൻഡ് റെഡ്, ഇതാണ് തോന്നുന്നു, ഇത് മൂന്നുമല്ലേ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഗ്രീൻ, ബ്ലൂ, റെഡും യെല്ലോയും ഒക്കെ ഉള്ളതാണ്. യെല്ലോ പിന്നെ എനിക്കൊന്ന് ബ്രൈറ്റ് ആയതുകൊണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കളേഴ്സാണ് പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ആദ്യമേ തന്നെ വയലറ്റ്, പേർപ്പിൾ, ബർഗണ്ടി ഇങ്ങനത്തെ കളേഴ്സൊന്നും നമ്മൾ പഠിപ്പിക്കത്തില്ല. സോ ആദ്യം നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിള്ളേർ പഠിക്കുന്നത്, പിന്നെയാണ് സ്പെസിഫിക്കിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ വേർഡ്സ് റെഫറിങ് ടു ദ സൈസ് പഠിപ്പിക്കുമ്പോൾ, ഇപ്പം മാണി 4 KG പഠിപ്പിക്കുമ്പോൾ ആദ്യം മിസ് പഠിപ്പിച്ചത് ബിഗും സ്മോളും തമ്മിൽ എന്താണ്, ടോളും ഷോർട്ടും തമ്മിൽ, അങ്ങനെ പഠിപ്പിച്ച് കഴിയുമ്പോഴാണ് പിന്നീട് നെക്സ്റ്റ് അത് കഴിയുമ്പോഴാണ് ഹൈറ്റും ലോയും, വെയിറ്റ് എന്താ പറയുന്നത്, ലൈറ്റും വെയിറ്റും ഒക്കെ പഠിപ്പിച്ച് അങ്ങനെയാണ് അവർ പോകുന്നത്. മനസ്സിലായി? അപ്പോൾ ആദ്യം ജനറൽ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് പിന്നീടാണ് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഫങ്ഷൻസിനെയും ആട്രിബ്യൂട്ട്സിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒബ്ജക്ട്സ് പഠിക്കുന്നതാണ് സ്റ്റേറ്റ് വേർഡ്സ് എന്ന് പറയുന്നത്. അത് കഴിയുമ്പോഴാണ് ടെമ്പറൽ എന്ന് പറഞ്ഞാൽ ഒരു ഓർഡറാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ പറയില്ലേ ഇന്നലെ, ഇന്ന്, നാളെ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ മാണി എൻ്റെ അടുത്ത് പറയുന്നതാണ്, അമ്മേ അവൻ ഇപ്പം എൻ്റെ അടുത്തില്ല, എൻ്റെ സ്വന്തം വീട്ടിലാണ്. അപ്പോൾ അവനെ ഞാൻ വിടാൻ നേരത്തെ അവനോട് ചോദിച്ചു, അമ്മേ നാളേൻ്റെ മറ്റന്നാളാണോ അമ്മേ പോകുന്നത്, അല്ലെങ്കിൽ നാളെ ഇന്ന് കഴിഞ്ഞിട്ട് നാളേൻ്റെ, അങ്ങനെയാണ് കൊച്ചു പറയുന്നത്. അല്ലാണ്ട് നമ്മൾ പറയുന്ന പോലെ നാളത്തെ കഴിഞ്ഞ് എന്ന് പറയാൻ അറിയത്തില്ല. അപ്പോൾ അവൻ ആകെപ്പാട് ആദ്യം ഒന്നും അറിയത്തില്ലായിരുന്നു, ഇപ്പോൾ അവന് ഇന്നലെയും ഇന്നും ഒക്കെ അറിയാൻ തോന്നുന്നു. അപ്പോൾ അതാണ് ആദ്യം ഹൈറ്റും വെയ്റ്റും അല്ലെങ്കിൽ ടോളും ഷോർട്ടും ബേസിക് കളേഴ്സും ഒക്കെ പഠിച്ചു കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ ടെമ്പറൽ, അതായത് കൂടിയത്, കുറഞ്ഞത്, ഇന്നലെ, നാളെ എന്നുള്ള ടെമ്പറൽ അറേഞ്ച്മെൻറ്റ്സ്, അതാണ് പറയുന്നത് നൗ, ദെൻ, ബിഫോർ, ആഫ്റ്റർ, ടുഡേ, യെസ്റ്റർഡേ, ഇതൊക്കെ പഠിക്കുന്നത് അത് കഴിയുമ്പോഴാണ്. ഇതെന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണ് പിള്ളേർ പഠിക്കുന്നത്. അല്ലാണ്ട് ഒയ്യോ ചില ബ്രില്യൻ കുട്ടികളെ, നമ്മൾ ഈ എക്സെപ്ഷണൽ കുട്ടികളെ കണ്ടിട്ട് മിസ് ടെൻഷൻ അടിച്ച പോലെ ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത്. ആൻഡ് സ്റ്റേറ്റ് വേർഡ്സ് റെഫറിങ് ടു ഒബ്ജക്റ്റ് ലൊക്കേഷൻ പ്രൊവൈഡ് അഡീഷണൽ എക്സാമ്പിൾസ് ഓഫ് ഹൗ കോഗ്നിഷൻ ഇൻഫ്ലുവൻസസ് വെക്കാബുലറി ഡെവലപ്മെൻറ്റ്. ആൻഡ് സ്റ്റേറ്റ് വേർഡ്സ് റെഫർ ടു ക്വാളിറ്റീസ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് ആക്ഷൻസ്. ചിൽഡ്രൻ ക്യാൻ യൂസ് ദം ടു എക്സ്പ്രസ് എ വൈഡ് വെറൈറ്റി ഓഫ് കോൺസെപ്റ്റ്സ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്റ്റേറ്റ് വേർഡ്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ ക്വാളിറ്റീനെയും അതിൻ്റെ ആക്ഷൻസിനെയും ഒക്കെയാണ് സ്റ്റേറ്റ് വേർഡ്സ് കാണിക്കുന്നത്. ആസ് പ്രീ സ്കൂളേഴ്സ് മാസ്റ്റർ ദീസ് വേർഡ്സ് ദർ ലാംഗ്വേജ് ബിക്കംസ്. അപ്പം നമ്മൾ പറഞ്ഞു ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേനുണ്ടല്ലോ പിള്ളേരുടെ ലാംഗ്വേജ് ഉറപ്പായിട്ടും എങ്ങനെയായിരിക്കും, ഇൻക്രീസ് ചെയ്യും. കാരണം എന്താണ്, അവർക്ക് ഒബ്ജക്റ്റിൻ്റെ ലൊക്കേഷൻ പറയാൻ പറ്റും. എന്നുവെച്ചാൽ അതിൻ്റെ നമ്മൾ പറയില്ലേ അത് അപ്പറയാമേ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അത് നമ്മളെന്താ പറയുന്നത്, അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചില്ലേ, ഇങ്ങനെ കുട്ടികൾക്ക് ആ കറക്റ്റായിട്ട് ഇപ്പോൾ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്നൊക്കെ പിള്ളേർക്ക് ഒബ്ജക്റ്റ് ലൊക്കേഷൻ പറയാൻ പറ്റത്തില്ലേ. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴത്തേനും ഇപ്പം നമ്മൾ പറയുക മാണി നിൻ്റെ റൈറ്റ് സൈഡിലുള്ള സാധനത്തിൻ്റെ അടുത്തേക്ക് നോക്കുമെന്ന് പറയുമ്പോൾ റൈറ്റ് പഠിക്കുന്ന കൊച്ചിനത് നോക്കുകയും അത് മനസ്സിലാക്കാനും ഒക്കെയുള്ള എളുപ്പമായിരിക്കും. സോ അതാണ് ഇവിടെ പറയുന്നത് സ്റ്റേറ്റ് വേർഡ്സ് റെഫേഴ്സ് ടു ഒബ്ജക്റ്റ് ലൊക്കേഷൻ പ്രൊവൈഡ്സ് അഡീഷണൽ എക്സാമ്പിൾസ് ഓഫ്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന കുട്ടിക്ക് പെട്ടെന്ന് കുറച്ചും കൂടെ പഠിക്കാൻ പറ്റും. അപ്പോൾ സ്റ്റേറ്റ് വേർഡ്സ് എന്താണെന്ന് പറഞ്ഞാൽ ക്വാളിറ്റീസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് ആക്ഷൻസിന് പറയുന്ന വാക്കാണ് സ്റ്റേറ്റ് വേർഡ്സ്. ആദ്യം നമ്മൾ പറയുന്നല്ലോ വാക്ക് പഠിക്കും, പിന്നെ നൗൺ പഠിക്കും, പിന്നെ വേർബ് പഠിക്കും, പിന്നെയാണ് ഇതുപോലെയുള്ള ക്വാളിറ്റീസും ആട്രിബ്യൂട്ട്സും ആയിട്ടുള്ള സൈസ്, ഷേപ്പ്, കളറ് ഇതെല്ലാം പഠിച്ച് വരുന്നത്.
അത് കഴിഞ്ഞ് അതിൻ്റെ ഒപ്പം പഠിക്കുന്ന അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് വേർഡ്സ് പഠിക്കുമ്പോൾ നമ്മളുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആട്ടോ ഇത്. അണ്ടർ എക്സ്റ്റെൻഷൻ ആൻഡ് ഓവർ എക്സ്റ്റെൻഷൻ. നമ്മളെല്ലാവരും ചെയ്ത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് അണ്ടർ എക്സ്റ്റെൻഷനും ഓവർ എക്സ്റ്റെൻഷനും. എന്താ അണ്ടർ എക്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞാൽ, ഒരു വാക്ക് പഠിപ്പിച്ചാൽ ആ വാക്ക് അതിന് മാത്രം ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയണത്, അണ്ടർ എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ മോനെ ബൗ അല്ലെങ്കിൽ ഇപ്പോൾ ബൗ എന്ന് പറഞ്ഞാൽ ഓക്കെ. പിന്നെ നമ്മൾ പട്ടികൾ ജനറലി പറയും. ഇപ്പോൾ എൻ്റെയൊക്കെ വീട്ടിലെ പട്ടിയുടെ പേരാണ് ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഡാർക്ക് എന്ന് പഠിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ആ കൊച്ച് എന്താണ്, ഈ എല്ലാ പട്ടികളെയും ഡാർക്ക് എന്ന് വിളിക്കുവാണെങ്കിൽ അത് ഓവർ എക്സ്റ്റെൻഷനാണ്. ഈ പട്ടീനെ മാത്രമാണ് ഇപ്പോൾ ബൗ എന്ന് പഠിപ്പിച്ചു എന്ന് വിചാരിക്കുക. നമ്മുടെ വീട്ടിലെ പട്ടീനെ മാത്രമേ അത് ബൗ എന്ന് വിളിക്കുന്നുള്ളൂ, അതായത് ബൗ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിൻ്റെ അടുത്ത് ആ കൊച്ചിന് അണ്ടർ എക്സ്റ്റെൻഷനാണ്. മനസ്സിലായോ? അതായത് ഫോർ എക്സാമ്പിൾ, നമ്മൾ ഗ്ലാസ് എടുക്കാൻ പറഞ്ഞാൽ കൊച്ചെന്നും കുടിക്കുന്ന ഒരു ഗ്ലാസ് കാണും, ഉണ്ടാവുമല്ലോ. ആ ഗ്ലാസ് മാത്രമാണ് കൊച്ചു ഗ്ലാസ് എന്ന് പറയുന്നതെങ്കിൽ അത് അണ്ടർ എക്സ്റ്റെൻഷനാണ്. മനസ്സിലായോ? മറിച്ച് കൊച്ചിനെ നമ്മൾ ഗ്ലാസ് പഠിപ്പിച്ചു, വെള്ളം എടുക്കുന്ന എല്ലാ സാധനത്തിനെയും കൊച്ചു ഗ്ലാസ് എന്നാണ് വിളിക്കുന്നതെങ്കിൽ അതെന്താണ്, ഓവർ എക്സ്റ്റെൻഷനാണ്. ഓക്കെ, അണ്ടർ എക്സ്റ്റെൻഷൻ ഓവർ എക്സ്റ്റെൻഷൻ സിമ്പിൾ കോൺസെപ്റ്റാണ്. ഇനി മറന്നു കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഒരു സാധനത്തിനെ ഒരു കാര്യം വെച്ച് മാത്രം വെച്ചാൽ ലിമിറ്റഡ് നോളജാണ് അവർക്കത് മാത്രമേ അറിയത്തുള്ളൂ, അത് അണ്ടർ എക്സ്റ്റെൻഷൻ. ഒരു കാര്യത്തിന് ജനറലൈസേഷൻ ഓർത്താൽ മതി, എല്ലാത്തിനും അതാണ് പറയുന്നതെങ്കിൽ അത് ഓവർ എക്സ്റ്റെൻഷൻ. അപ്പോൾ അതാണ് ഇവിടെ മിസ് പറയുന്നത്. വെൻ യങ് ചിൽഡ്രൻ ലേൺ വേർഡ്സ് ദേ ഓഫൻ ഡു നോട്ട് യൂസ് ദം ജസ്റ്റ് ആസ് അഡൽട്ട്സ്. അവർക്കത് അറിയത്തില്ല. സോ ചിലപ്പോൾ നമ്മളത് നാരോ ആയിട്ട് യൂസ് ചെയ്യും, അതാണ് അണ്ടർ എക്സ്റ്റെൻഷൻ. ചിലപ്പോൾ നമ്മളത് ഭയങ്കര വൈഡർ കളക്ഷനിൽ യൂസ് ചെയ്യും. ഇപ്പോൾ കണ്ടോ, കാർന്ന് പഠിപ്പിച്ചാൽ 4 ചക്രമുള്ള എന്തിനേയും അവർ കാർന്ന് വിളിക്കും, അല്ലെങ്കിൽ ആ ഇതുള്ള എന്തിനേയും അത് കാർന്ന് വിളിക്കുവാണെങ്കിൽ അതാണ് ഓവർ എക്സ്റ്റെൻഷൻ. അതുപോലെ തന്നെ പിള്ളേർ വാക്കുകൾ പറയുമ്പോൾ, അതാണ് വേർഡ് കോയിനേജ് ആൻഡ് മെറ്റഫേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, children as young as age 2 fill in for words they have not yet learned by coining new words. അപ്പോൾ അവരുണ്ടല്ലോ ഉണ്ടാക്കി പറയും. എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ലാത്ത വാക്കുകളൊക്കെ, ഇപ്പോൾ പെയിൻറ്റർ എന്ന് അറിയത്തില്ല, ഇപ്പോൾ ഇതിനകത്ത് പറയുന്ന പോലെ ഗാർഡനർ എന്നുള്ളൊരു കാര്യം അവർക്ക് അറിയത്തില്ലെങ്കിൽ പ്ലാന്റ് അറിയാം, പ്ലാന്റിനെ നടുന്ന ആൾ അല്ല പ്ലാന്റിനെ നോക്കുന്നയാൾ പ്ലാന്റ് മാൻ എന്നൊക്കെ അവർ പറയും. മനസ്സിലായോ? ക്രയോണർ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, പിള്ളേർ ആ വാക്കുകൾ ഉണ്ടാക്കും. അതാണ് വേർഡ് കോയിനേജ് എന്ന് പറയുന്നത്. ദീസ് ഏർലി എക്സ്പ്രഷൻസ് റിവീൽ എ റിമാർക്കബിൾ റൂൾ ഗവേൺഡ് അപ്രോച്ച്. അപ്പോൾ അത് പിള്ളേർ അവർ യൂസ് ചെയ്യുന്ന ഒരു റൂളിനെ ബേസ് ചെയ്തിട്ടാണ് അവരത് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, പ്ലാന്റ് മാൻ, പ്ലാൻ ഉണ്ടാക്കുന്നയാളെ അല്ലെ എന്ത് ഉണ്ടാക്കുന്ന ആളാവുമ്പോൾ ആ ഒബ്ജക്റ്റ് പ്ലസ് മാൻ, അങ്ങനെ ഒരു റൂളാണ് ആ കൊച്ചു പഠിച്ചിരിക്കുന്നത്. നമ്മൾ എസ് ചേർക്കുന്ന പോലെ എല്ലാ പ്ലൂറലിനും എസ് ചേർക്കുക എന്നുള്ളത് അതൊരു റൂളല്ലേ നമ്മുടെ ലാംഗ്വേജിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് ദാറ്റ് ഷോസ് ദ റൂൾ ഗവേൺഡ് അപ്രോച്ച്. പ്രീ സ്കൂളേഴ്സ് ഓൾസോ എക്സ്റ്റെൻഡ് ലാംഗ്വേജ് മീനിങ് ത്രൂ മെറ്റഫേഴ്സ്. എന്ന് പറഞ്ഞാൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർക്കറിയാവുന്ന ഒരു കോൺസെപ്റ്റ് വെച്ച് അവർ പറയും. ഇപ്പോൾ വയറ് വേദന എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്ക് ഏക്ക് എന്ന് പറയാൻ അറിയാത്ത കൊച്ചു പറയും ഫയർ ഇൻ മൈ ടമ്മി എന്ന് പറയും. അപ്പോൾ പറഞ്ഞില്ല, വയറ് കത്തുകയാണ്, അതാണ് വയറ് വേദന എന്നുള്ളത് ഫയർ ഇൻ മൈ ടമ്മി. അല്ലെങ്കിൽ മാണി പറയുന്ന എന്താണ്, എന്താ ഇപ്പം അവൻ്റെ പെട്ടെന്ന് എനിക്കൊന്നും കിട്ടുന്നില്ല. ചിലപ്പോൾ ക്ലാസ്സിലായിരുന്നു നിങ്ങളുടെ മുഖം നോക്കുന്നെങ്കിൽ എനിക്ക് പിന്നെയും പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, എനിക്ക് പറയാൻ പറ്റിയേനെ. ഇതുപോലെ പിള്ളേർ മെറ്റഫേഴ്സ് യൂസ് ചെയ്ത്, അതായത് ഡയറക്റ്റ് ആ ടേം അല്ല, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഉള്ള, ഇപ്പോൾ കത്തുക എന്ന് പറയുന്നത് തീയാണ്, അതുകൊണ്ടാണ് കൊച്ച് വേദന തീ ഉണ്ടാകുമ്പോൾ നമുക്ക് വേദനയുണ്ട്. അപ്പോൾ അങ്ങനെ മെറ്റഫറിക്കലി, അതായത് ഇങ്ങനെ എന്താ പറയുന്നത്, നമ്മൾ പറയില്ലേ പഴഞ്ചൊൽ അല്ല ഇത്, അങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫയർ ഇൻ ദ ടമ്മി എന്ന് ഓർത്താൽ മതി. അപ്പോൾ വയറുവേദനയ്ക്ക് വയറുവേദന അത് പറയാൻ അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. യങ് പ്രീ സ്കൂളേഴ്സ് മെറ്റഫേഴ്സ് ഇൻവോൾവ് കോൺക്രീറ്റ് ആൻഡ് സെൻസറി കമ്പാരിസൺസ്. അപ്പോൾ അവരങ്ങനെ പറയുമ്പോൾ അവർക്കറിയാവുന്ന കോൺസെപ്റ്റ് വെച്ചിട്ടും അവർ ഫീൽ ചെയ്തേക്കുന്ന കാര്യവും വെച്ചിട്ടാണ് അവരത് പറയുന്നത്.
ഓക്കെ, അതാണ് കോൺക്രീറ്റ് ആൻഡ് സെൻസറി കമ്പാരിസൺസ് ആണ് അവരത് യൂസ് ചെയ്യുന്നത്. മെറ്റഫേഴ്സ് പെർമിറ്റ് ചിൽഡ്രൻ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ എസ്പെഷ്യലി വിവിഡ് ആൻഡ് മെമ്മറബിൾ വേസ്. അപ്പം ഈ മെറ്റഫേഴ്സ് അവർ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ അവർക്ക് അവരുടെ അവസ്ഥ അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. വെച്ചാൽ വാക്കറിയത്തില്ല, പക്ഷേ കൊച്ച് അതിനറിയാവുന്ന പോലെ എന്താ പറയുന്നത്, അത് മുള്ളു കുത്തി കയറുക. അത് തന്നെ. മാണി ഉണ്ടല്ലോ, മാണിക്ക് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ മാണിക്ക് നമ്മൾ പറയില്ലേ ടോയ്ലറ്റിലൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ കൊച്ചിന് മനസ്സിലാകത്തില്ല, ആ പെയിൻ എന്താണെന്ന് മനസ്സിലാകത്തില്ല, ടോയ്ലറ്റിൽ പോകാനുള്ള പെയിൻ മനസ്സിലാകത്തില്ല. ഇല്ല, നമ്മൾ പറയില്ലേ കുഞ്ഞു കുട്ടികൾക്ക് എപ്പോഴും ഈ ഡീവേമിങ്ങിൻ്റെ ഒക്കെ സമയമാകുമ്പോഴത്തേനും വരാമെന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പം ഇതിൻ്റെയൊക്കെ സമയമാകുമ്പോഴത്തേനും കൊച്ചിന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അവൻ എന്നോട് പറയുന്നൊരു കാര്യമാണ്, അമ്മയെ മുള്ളു കുത്തി കയറുക അമ്മയെന്ന് പറയും. സോ ഐ ഹാവ് ടു, അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇവനിത് പറയാൻ പറ്റുന്നില്ല. സോ ഇതാണ് അവൻ്റെ, ഒന്നെങ്കിൽ ഹി ഹാസ് ടു ഗോ ടു ടോയ്ലറ്റ്, അല്ലെങ്കിൽ അവന് ഡീവേമിങ് ചെയ്യാറായി എന്ന് നമുക്ക് മനസ്സിലാവും. സോ ഇതാണ് മുള്ളു കുത്തി കയറുക. അതാണ്. അപ്പോൾ അവൻ നോക്കുമ്പോൾ അവനിങ്ങനെ ഒരു ഇറിറ്റേഷൻ പോലെ, ഇങ്ങനെ എന്താ വേദനയൊക്കെ പോലെ വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റഫേഴ്സ് അപ്പോൾ കൊച്ചിനറിയാവുന്നത് വെച്ചിട്ടാണ് കൊച്ച് നമ്മളോട് എക്സാമ്പിളായിട്ട് സംസാരിക്കുന്നത്. സോ അതാണ് വേർഡ് കോയിനേജ് ആൻഡ് മെറ്റഫേഴ്സ്. അണ്ടർ എക്സ്റ്റൻഷൻ ആൻഡ് ഓവർ എക്സ്റ്റൻഷൻ പറഞ്ഞു, സ്റ്റേറ്റ് വേർഡ്സ് പറഞ്ഞു, ഒബ്ജക്റ്റ് ആൻഡ് ആക്ഷൻ വേർഡ്സും പറഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് ലേറ്റർ സെമാൻറ്റിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ വാക്കുകളൊക്കെ പഠിച്ച് വന്നെന്ന് പറഞ്ഞു. ഒരു എലിമെൻ്ററി എന്ന് പറയുമ്പോൾ എന്താ, ഒരു ലോവർ പ്രൈമറി സ്കൂളൊക്കെ ആകുമ്പോഴത്തേനും പിള്ളേർ എത്ര പഠിക്കും? 6 വയസ്സും കഴിഞ്ഞു കേട്ടോ. അതും കഴിയുമ്പോഴത്തേനും പിള്ളേർ 40,000 വാക്കുകൾ പഠിക്കും എന്നാണ് പറയുന്നത്. എവിടുന്ന് തുടങ്ങി? 1-1.5 വയസ്സിൻ്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ 1.5-2 വയസ്സിൻ്റെ ഇടയ്ക്ക് 50 to 100 വാക്കുകൾ പഠിക്കുന്ന കുട്ടി ഒരു എലിമെൻ്ററി സ്കൂൾ ആകുമ്പോഴത്തേനും, അതായത് ഒരു LP സ്കൂൾ കഴിയാറാകുമ്പോഴത്തേനും 40,000 വാക്കുകൾ പഠിക്കും ഉറപ്പായിട്ടും. ഇത്രയും സബ്ജക്ട്സ് പഠിക്കുന്നതല്ലേ പാവങ്ങൾ. ഓൺ ആൻ ആവറേജ് ചിൽഡ്രൻ ലേൺ അബൌട്ട് 20 ന്യൂ വേർഡ്സ്. സത്യമല്ലേ? 6 സബ്ജക്റ്റും 8 സബ്ജക്റ്റും ഒക്കെയാണ് കുഞ്ഞു പിള്ളേർക്ക് പഠിക്കാനുള്ളത്. ആ ഓരോ സബ്ജക്റ്റും ഒരു മിസ്സ് ഒരു ക്ലാസ്സിൽ എന്താ പറയുന്നത്, ആവറേജ് ആയിട്ട് ഒരു 8 വാക്കുകൾ ഒരു പീരീഡിൽ കിട്ടിയാൽ തന്നെ 20 ആയില്ലേ. 8 into 5 തന്നെ 40 ആയി. അപ്പോൾ ഇതുപോലെയാണ് പിള്ളേർ ഒരു 5 ന്യൂ വേർഡ്സ് പെർ ഡേ എന്നുള്ള റേറ്റിലാണ് ഈവൻ ഒരു എലിമെൻ്ററി സ്കൂളിലുള്ള പിള്ളേർ പഠിക്കുന്നത്. ഇൻ അഡീഷൻ ടു ഫാസ്റ്റ് മാപ്പിംഗ്, നമ്മൾ പറഞ്ഞില്ലേ ഒന്ന് കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ പിള്ളേർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, അതാണ് ഫാസ്റ്റ് മാപ്പിംഗ്. ഓൾഡർ സ്കൂൾ ചിൽഡ്രൻ എസ്പെഷ്യലി ദോസ് വിത്ത് എക്സലൻ്റ്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻസ് എന്തിനാണ് കൊടുക്കുന്നത്? റീഡിങ്ങിനാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാവുന്ന പിള്ളേർക്ക് വാക്കുകൾ കേൾക്കുമ്പോൾ പഠിക്കും. പക്ഷെ ഇനി റെലവൻസ് ഉള്ളത് റീഡിങ് പ്രാക്ടീസ് ചെയ്യണം. അവർ വായിക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാകും, അവരുടെ വെക്കാബുലറി കൂടുമെന്നാണ് പറയുന്നത്. ഫ്രം ഹാപ്പി ആൻഡ് ഡിസൈഡ് ദേ ക്യാൻ ഡിറൈവ് ദ മീനിങ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് ഡിസിഷൻ. അപ്പം വാക്കുകൾ വായിച്ച് വരുമ്പോൾ, ഇപ്പം നിങ്ങളാണെങ്കിലും നിങ്ങളൊരു സെൻറ്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാവാറില്ലേ? ഇല്ലേ? നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ആ ബുക്കിൻ്റെ വാക്ക് നമുക്ക് മനസ്സിലാകത്തില്ല, ആ കോണ്ടെക്സ്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ ഇതാണ് പറയുന്നത്, ഇങ്ങനെ നമ്മൾ വായിച്ച് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ വെക്കാബുലറി ഇമ്പ്രൂവ് ആവും. ദേ ഓൾസോ ഫിഗർ ഔട്ട് മെനി മോർ വേർഡ് മീനിങ് ഫ്രം ദ കോണ്ടെക്സ്റ്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വേർഡിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് അവർ പഠിക്കും. അപ്പം ലേറ്റർ സെമാൻറ്റിക് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യം പിള്ളേർ പറയുന്നത് കേട്ട് പഠിക്കും, എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കും. പക്ഷെ പിന്നെ അവർ ബുക്കുകൾ വായിക്കുമ്പോൾ അവർക്ക് കോൺസെപ്റ്റ്സ് മനസ്സിലാകും. So, as at earlier stages, children benefit from engaging in conversation. കണ്ടോ, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതായിരിക്കും അവർക്ക് നല്ലത്. അല്ലെങ്കിൽ എസ്പെഷ്യലി വെൻ their partners use and explain complex, പാർട്ട്നേഴ്സാണോ പേരൻസ് ആണോ എന്ന് മിസ്സിന് ഡൗട്ടുണ്ട്. എനിവേ, അപ്പം അല്ലെങ്കിൽ കൂടെ ഉള്ളവർ കൂടുതൽ സംസാരിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ മാണിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവൻ്റെ കൂടെ എല്ലാം മുതിർന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെയാണ് കളിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ അവന് വലിയ വാക്കുകളും കുറേയും കൂടെയൊക്കെ എന്ന് പറയുന്നത് ഈ വലിയ കുട്ടികളുടെ കുറച്ച് വാക്കുകളും അറിവുകളും ഒക്കെ അവന് കിട്ടാറുണ്ട്. അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവൻ കൺവേഴ്സ് ചെയ്യുന്നത് അവരുടെ കൂട്ടത്തിലായതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ബട്ട് ബിക്കോസ് റിട്ടൺ ലാംഗ്വേജ് കണ്ടെയ്ൻസ് എ ഫാർ മോർ ഡൈവേഴ്സ് ആൻഡ് കോംപ്ലെക്സ് വെക്കാബുലറി ദാൻ സ്പോക്കൺ. പക്ഷേ ഈ നമ്മൾ പറയുന്ന ലാംഗ്വേജിനേക്കാളും എപ്പോഴും നമ്മൾ പറയില്ലേ, എന്താ പറയുന്നത്,
കനം എന്നല്ല, കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളത് റിട്ടൺ വാക്കുകളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വായിക്കുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടെ ഡെപ്തിലുള്ളൊരു വെക്കാബുലറിയും കുറച്ചും കൂടെ എന്താ പറയുന്നത് ഒരു ഡീപ്പർ വെക്കാബുലറി ഉണ്ടാകും. സോ സ്കൂൾ ഏജ് ചിൽഡ്രൻ മോർ റിഫ്ലക്റ്റീവ് ആൻഡ് അനലിറ്റിക്കൽ അപ്രോച്ച് ടു ലാംഗ്വേജ് പെർമിറ്റ്സ് ടു അപ്രിഷിയേറ്റ് മൾട്ടിപ്പിൾ മീനിങ്. അപ്പം അതുപോലെ തന്നെ സ്കൂളിലൊക്കെയുള്ള കുട്ടികൾക്ക് ഒരു എന്താ പറയുന്നത് ചിന്തിക്കുന്ന എല്ലാത്തിനെയും അപഗ്രഥിക്കുന്ന പിള്ളേർക്കൊക്കെ മൾട്ടിപ്പിൾ മീനിങ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ കൂൾ ഓർ നീറ്റ് എന്ന് പറയുന്നത് കൂളായിട്ടുള്ള ഒരാളാണ് എന്ന് പറയുമ്പോൾ തണുത്തിരിക്കുന്ന ആളെന്നാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കതിൻ്റെ മറ്റൊരർത്ഥം പറ്റാം. ഹീസ് എ നീറ്റ് പേഴ്സൺ എന്ന് പറയുന്നത് നല്ല വൃത്തിക്കുള്ള മനുഷ്യനെ നല്ലല്ലോ, അയാളുടെ എല്ലാ പ്രവൃത്തികളും ഭയങ്കര എന്താ പറയുന്നത് അപ് ടു ഡേറ്റ് ആണ്, അല്ലെങ്കിൽ ഹീസ് എ വെരി സ്ട്രെയിറ്റ് ഫോർവേഡ്, അങ്ങനെയുള്ള ആൾ നമ്മൾ നീറ്റ് എന്ന് പറയും. സോ ഈ അർത്ഥങ്ങൾ മനസ്സിലാവുന്നത് കുറച്ചും കൂടെ വലുതാകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ റീഡിങ് കപ്പാസിറ്റി അല്ല, റീഡിങ് പ്രാക്ടീസ് ഉള്ള കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകുമെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്തത് പഠിക്കാം.